ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. നേരത്തെ ഇത് ഇപ്പോൾ ഇവിടെയല്ല, കൊല്ലത്ത് ഞങ്ങൾ കളിച്ചതാ. ഞങ്ങളല്ല, ഞങ്ങളുടെ അവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ നേരത്തെ കളിപ്പിച്ചതാ. ഈ പിന്നെ ആലപ്പുഴയിലുണ്ട്, കോട്ടയത്ത് കളിപ്പിച്ചതാണ്. 9ാമത്തെ വേദിയിലാണ് ഇവിടെ കളിച്ചത്. 8 വേദി കളിച്ചപ്പോഴും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവരാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ചിന്നു ശ്രീലങ്ക അവർ പറഞ്ഞത് ഇപ്പം കൂടുതൽ ആളുകൾ കൂടുതൽ വേദി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ സംബന്ധിച്ചാണ് വ്യത്യസ്ത പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, കിയർ ട്രാൻസ് സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ക്ഷേമവും വികസനവും ഉറപ്പാക്കുന്നതിനുള്ള കർമ്മപദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രമേയത്തിൽ കൂടി ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, തൊഴിൽ നിഷേധിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളതാണ്. 3, മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ യുവജനതയുടെ ശക്തമായ പ്രതിരോധം ഉയർത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. തുടർന്നും വിവിധ പദ്ധതികളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഇതിനെതിരായിട്ടുള്ള ആശയം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനാവശ്യമായ വൈവിധ്യപൂർണമായ പരിപാടികൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ് പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക. അപ്പോൾ ഇവിടുന്ന് പ്രതിനിധി സഖാക്കൾ ഒരു 3 മണിയോടുകൂടി പ്രകടനമായി അങ്ങോട്ട് പുറപ്പെടണം എന്നാണ് ആലോചിക്കുന്നത്. പിന്നെ കേന്ദ്രീകരിച്ച മറ്റ് വലിയ പ്രകടനങ്ങളല്ല, വിവിധ റാലികളായിട്ട് അവിടെ എത്തുക. യൂത്ത് ബ്രിഗേഡിൻ്റെ റാലി അവിടെ എത്തിച്ചേരും. തുടർന്ന് അവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് CPM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിന് തുടർന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയും ഡൽഹി സമര നായിക കൂടിയായിട്ടുള്ള ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളാണ് അവിടെ സംസാരിക്കുക. അതിനെ തുടർന്നാണ് അവിടെ സ്നേഹലത റെഡ്ഡിയുടെ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രം പ്രതിപാദിക്കുന്ന നാടകം അരങ്ങേറുന്നത്. അപ്പോൾ മിസ നാടകം അവിടെ അരങ്ങേറും എന്ന് നേരത്തെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ആ മിസ നാടകത്തിൻ്റെ അവതരണവും അവിടെ ഉണ്ടാവും. ആ നാടകം ഡിവൈഎഫ്ഐ വീണ്ടും അവതരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും നല്ല നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ പരിഷ്കൃത കേരളത്തിൽ സ്ത്രീയെ വെറും ഉടൽ മാത്രമായി കാണുന്നു, ഒരു കച്ചവട ചരക്കായി കാണുന്നു എന്ന നിലയിലേക്ക് ചില ആളുകളുടെ ചിന്ത പോകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ കേരളത്തിൻ്റെ മനസ്സ് അതല്ല എന്ന ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിട്ട് നാളത്തെ ആ പ്രദർശനവും അതിൻ്റെ പങ്കാളിത്തവും മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം നാളെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കാര്യത്തിൽ RSSും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടാണ്. അതാണ് അവരുടെ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. ഫേക്ക് അക്കൗണ്ടുകൾ മാത്രമൊന്നുമല്ല. BJPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് തന്നെ ഇത്തരമൊരു പോസ്റ്റുമായി രംഗത്ത് വന്ന ചിത്രം നമ്മൾ കണ്ടു. VD സതീശൻ്റെ സൈബർ പോരാളികളെല്ലാം ഒന്നടങ്കം DYFI അപകീർത്തിപ്പെടുത്താൻ ഇത്തരം വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ RSSും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒത്തുചേർന്ന് DYFIയെ ഒന്ന് ഇകഴ്ത്തിക്കളയാം എന്നാണ് ധരിക്കുന്നത്. അതിനുള്ള ശക്തമായ മറുപടി നാളെ ഈ നാടകം കാണാൻ കൂടിയുന്ന ആളുകളെ കണ്ടാൽ ഈ നാടിന് ബോധ്യപ്പെടും. അതിലേ ഈ അടിയന്തരാവസ്ഥയെ ഞങ്ങൾ ഈ നാടകത്തിലൂടെ ജനത്തിന് പറയുന്ന സമയത്ത് കോൺഗ്രസിന് അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ രാഷ്ട്രീയം. അതോടൊപ്പം തന്നെ ഇന്ന് അടിയന്തരാവസ്ഥക്ക് സമാനമായി സകല സാംസ്കാരിക നായകരെയും തങ്ങൾക്കിഷ്ടമില്ലാത്തതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ ഒരു നടപടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു ഐക്യപ്പെടൽ ഈ രാഷ്ട്രീയ നാടകത്തിന് എതിരായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് 75-ലേത്, ഇന്നിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്.
അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു കലബുർഗിയും ഗോവിന്ദ പ്രസാരിയും നരേന്ദ്ര ദഭോൽക്കറും നമ്മുടെ സ്റ്റാൻ സ്വാമിയും ഇപ്പം ഇങ്ങനെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നേരത്തെ സ്നേഹലതാ റെഡ്ഡിയെ കോൺഗ്രസ് ഗവൺമെൻറ് ജയിലിട്ട് കൊന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിടാതെ വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുന്നു ഇപ്പോഴേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ BJP-ക്കാർ. അപ്പോൾ അവർ തമ്മിലൊരു ഐക്യമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിന് ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുകയാണ്. അങ്ങനെയല്ല, വക്രീകരിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെയും അത് പറഞ്ഞു. ഞങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഇതിന് അകത്തുണ്ട്, നിങ്ങൾക്ക് തന്നു. ഈ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്രയെത്ര സെമിനാറുകൾ മാതൃകാപരമായി യുവജനങ്ങൾ ഏറ്റെടുക്കേണ്ട പല വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ എല്ലാം നടന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു സെമിനാറിന് ശേഷം നടന്ന ഒരു നാടകത്തെ, അതും ഒരു രാഷ്ട്രീയ നാടകത്തെയാണ് ഇങ്ങനെ വക്രീകരിച്ച് വികലമായി ചിത്രീകരിച്ച്, അതാണ് DYFI. അതായത് അത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തെയല്ല, ആ രൂപത്തെ കാണിച്ച് ഇതാണ് DYFIയുടെ താല്പര്യം എന്ന് പറഞ്ഞു. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് വരുന്നത്. ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ രാവിലെ 1-2 ആളുടെ പേര് പറഞ്ഞിരുന്നു. ഒഫീഷ്യലായിട്ട് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന, എന്തിനേറെ പറയുന്നു, കേരളമൊക്കെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ഉള്ള ആളുകൾ വരെ ഇത് പ്രചരിപ്പിക്കുക. എന്തൊരു തോന്നിവാസായത്. ഈ സോഷ്യൽ മീഡിയ, അതൊന്നും ഞങ്ങൾക്കില്ല. അതിന് മാത്രമൊന്നും DYFI കളിക്കുന്ന ഒരു നാടകത്തെ അങ്ങനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാം, അല്ലെങ്കിൽ കായികമായി നേരിട്ട് കളയാം എന്നൊക്കെ കരുതുന്ന ആരാ ഇവിടെ ഉണ്ട്? അതിലൊന്നും ഞങ്ങൾക്കൊരു ഒട്ടും ഭയമില്ല. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ നാടകത്തിൻ്റെ രാഷ്ട്രീയവും ഈ വികലമായി ചിത്രീകരിച്ച നാടകം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അന്ന് കാണാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് കാണാനുള്ളൊരു അവസരം കൂടിയാണ്. അവരിത് കാണട്ടെ. ഈ പറയുന്ന VD സതീശൻ്റെ MDMA സംഘങ്ങൾക്ക് ഇത് ബോധ്യപ്പെടില്ല. കാരണം അവരുടെ തലയിൽ മറ്റതാണ്, ലഹരിയാണ്. അവർക്ക് ബോധ്യപ്പെടില്ല. എന്നാൽ ജനാധിപത്യ സംവിധാനത്തോട്, ഈ കലയോടും സാംസ്കാരിക പ്രവർത്തനത്തോടും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് കണ്ട് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. മറ്റൊന്നിനെയും ഞങ്ങൾ ഭയക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ തിരക്കിലും വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കും ഈ പ്രൊഫൈലുകൾക്കൊക്കെതിരെ. ഒഫീഷ്യലി പോസ്റ്റ് ചെയ്ത ചിലരൊക്കെ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രചരണം കാര്യങ്ങളും വന്നപ്പോൾ ചിലപ്പോൾ അറിയാതെ പോസ്റ്റ് ചെയ്തായിരിക്കാം. എന്നാൽ പലരും ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിനടിയിൽ നിങ്ങളൊന്ന് കയറി നോക്കണം. അവരുടെ കമൻറ്റുകൾ ഒഫീഷ്യൽ ഹാൻഡിലുകളാണ് ഇത് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ പ്രചാരകരായി നിൽക്കുന്നവരാണ് ഈ ഒരു പ്രചരണം നടത്തുന്നത്. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ്. ഞങ്ങളുടെ സഖാക്കളുടെയൊക്കെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരും പരാമർശിച്ച് ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കേസ് കൊടുക്കാം, കേസിനെ കുറിച്ച് ആലോചിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കൈകാര്യം ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുക്കും. അല്ല, അത് അവരും പല ഘട്ടങ്ങളിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അത് കളിക്കാൻ നേരത്തെ ഇത് ഇപ്പോൾ ഇവിടെയല്ല, കൊല്ലത്ത് ഞങ്ങൾ കളിച്ചതാ. ഞങ്ങളുടെ അവിടുത്തെ DYFIക്കാർ നേരത്തെ കളിപ്പിച്ചതാ. പിന്നെ ആലപ്പുഴയിലുണ്ട്, കോട്ടയത്ത് കളിപ്പിച്ചതാണ്. 9ാമത്തെ വേദിയിലാണ് ഇവിടെ കളിച്ചത്. 8 വേദി കളിച്ചപ്പോഴും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവരാരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ചിന്നു ശ്രീലങ്ക അവർ പറഞ്ഞത് ഇപ്പം കൂടുതൽ വേദി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വേദിയിലേക്ക് അത് പോയി.